നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ബന്ധു നിയമന വിവാദത്തിലെ ലോകായുക്ത ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ KT ജലീലിന് തിരിച്ചടി. ലോകായുക്ത ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. ലോകായുക്ത ഉത്തരവിനെതിരെ KT ജലീൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ലോകായുക്തയുടെ ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എല്ലാ രേഖകളും പരിശോധിച്ചാണ് ലോകായുക്ത വിധിയെന്നും കോടതി വിലയിരുത്തി. ഔദ്യോഗിക പദവിയോ സംവിധാനമോ സ്വാർത്ഥലാഭത്തിന് ഉപയോഗിക്കുന്നത് അഴിമതിയാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ബന്ധു നിയമന വിവാദത്തിൽ വഴിവെട്ട് നീക്കങ്ങൾ നടത്തിയ KT ജലീൽ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ലോകായുക്തയുടെ ഉത്തരവിൽ തെറ്റില്ലെന്നും ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ലോകായുക്ത എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ രേഖകളും പരിശോധിച്ച് ലോകായുക്ത പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇടപെടേണ്ടതില്ലെന്ന നിലപാടെടുത്ത ഹൈക്കോടതി ജലീലിന്റെ ഹർജി തള്ളുകയായിരുന്നു. കടുത്ത വിമർശനമാണ് KT ജലീലിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. സംസ്ഥാനത്ത് ഔദ്യോഗിക പദവി സ്വാർത്ഥലാഭത്തിനായി ഉപയോഗിക്കുന്നത് വ്യാപകമെന്ന് ഹൈക്കോടതി വിമർശിച്ചു. KT ജലീലിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. ഔദ്യോഗിക പദവിയോ സംവിധാനമോ സ്വാർത്ഥലാഭത്തിന് ഉപയോഗിക്കുന്നത് അഴിമതിയാണെന്നും കോടതി വിലയിരുത്തി. ഇത്തരത്തിലൊരു അഴിമതിയാണ് KT ജലീൽ നടത്തിയത്. ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ MD സ്ഥാനത്തേക്കുള്ള നിയമനത്തിന്റെ യോഗ്യതകൾ നിശ്ചയിച്ചത് ജലീൽ സ്വന്തം നിലയ്ക്കാണ്. ഇക്കാര്യത്തിൽ കോർപ്പറേഷനുമായി ജലീൽ കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജലീലിനെ പിന്തുണയറിയിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ നിലപാടിനും ഈ ഉത്തരവ് കനത്ത തിരിച്ചടിയാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ലോകായുക്ത ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നായിരുന്നു സർക്കാർ കോടതിയിൽ പറഞ്ഞത്. ജലീലിന് പിന്തുണയുമായി നേരിട്ട് കോടതിയെ സമീപിക്കാമെന്നായിരുന്നു സർക്കാരിന് AG നൽകിയ നിയമോപദേശം. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ലോകായുക്ത ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് AG സർക്കാരിന് നൽകിയ നിയമോപദേശം. ലോകായുക്ത ആക്ട് സെക്ഷൻ 9 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന നിയമോപദേശത്തിൽ AG ചൂണ്ടിക്കാട്ടി. പരാതി ലഭിച്ചാൽ അന്വേഷണത്തിനു മുമ്പ് എതിർകക്ഷിക്ക് പരാതിയുടെ പകർപ്പ് നൽകണമെന്നാണ് ഈ ചട്ടം അനുശാസിക്കുന്നത്. ജലീലിന് പരാതിയുടെ പകർപ്പ് നൽകിയത് അന്തിമ ഉത്തരവിനൊപ്പമെന്നും ഇത് നിലനിൽക്കില്ലെന്നും AG നിയമോപദേശത്തിൽ നിരീക്ഷിച്ചിരുന്നു. ഇതേ വാദങ്ങളാണ് KT ജലീൽ കോടതിയിലും ഉന്നയിച്ചത്. എന്നാൽ റിട്ട് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ നിന്ന് അവസാന നിമിഷം സർക്കാർ പിന്മാറുകയായിരുന്നു. KT ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ച കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പിന്മാറ്റം. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് KT ജലീലിനെതിരെ നേരത്തെ തന്നെ ലോകായുക്തയ്ക്ക് പരാതി പോയിരുന്നു. തുടർന്ന് ലോകായുക്ത അന്വേഷണം നടത്തുകയും നിരവധി സിറ്റിംഗുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോകായുക്ത മുഖ്യമന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് നൽകിയത്. സംസ്ഥാന ന്യൂനപക്ഷ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്ക് ബന്ധുവായ KT അദീബിനെ നിയമിച്ചത് അധികാര ദുർവിനിയോഗമാണെന്ന് ലോകായുക്ത നിരീക്ഷിച്ചു. മലപ്പുറം സ്വദേശിയായ VK മുഹമ്മദ് ഷാഫി നൽകിയ പരാതിയിലായിരുന്നു വിധി. ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശത്തോടുകൂടി ഇത്തരത്തിലൊരു ഉത്തരവ് വന്ന സാഹചര്യത്തിൽ KT ജലീൽ ലോകായുക്ത വിധി ചോദ്യം ചെയ്ത മറ്റൊരു കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ സംസ്ഥാനത്ത് തുടർഭരണം വരികയും ജലീൽ വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താലും മന്ത്രിസ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിന് ഈ ലോകായുക്ത വിധി KT ജലീലിന് കനത്ത തടസ്സം സൃഷ്ടിക്കും. റിപ്പോർട്ടർ, കൊച്ചി. അഡ്വക്കേറ്റ് T. ആസഫ് അലി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡ്വക്കേറ്റ് രാംകുമാർ, മുതിർന്ന അഭിഭാഷകൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഭിഭാഷകൻ, മുൻ ലോക്സഭാംഗം എന്നിവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് രാംകുമാർ, അധികാര പരിധി ലംഘിച്ചിട്ടില്ല ലോകായുക്ത. ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കാൻ ലോകായുക്തയ്ക്ക് അവകാശമുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ്. വിധിയിൽ തൃപ്തനാണോ താങ്കൾ? അതല്ല, ലോകായുക്ത ആക്ട് അനുസരിച്ച് ഏതെങ്കിലും പൊതുപ്രവർത്തകൻ, പൊതുസേവകൻ അധികാരപരിധി ദുരുപയോഗപ്പെടുത്തുകയോ അഴിമതി ചെയ്യുകയോ ചെയ്യുമെന്ന് കാണാൻ ലോകായുക്തയ്ക്ക് വ്യക്തമായും അധികാരമുണ്ട്. പക്ഷേ ലോകായുക്ത ആക്ടിന്റെ പരമമായ ലക്ഷ്യം ഹർജി കൊടുത്ത ആൾക്ക് നിവൃത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹർജി കൊടുത്തിരിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ലോകായുക്തയുടെ നടപടിക്രമത്തിനിടയ്ക്ക് തന്നെ നിവൃത്തി കിട്ടി. കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ രാജിവെച്ചു പോയി. ലോകായുക്ത ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 12. ആ 12ൽ പറയുന്നത്, if the Lokayukta is satisfied that such action has resulted in injustice or undue hardship to the complainant, the Lokayukta shall, by a report in writing, recommend to the competent authority concerned that such injustice or hardship shall be remedied. ഒരു അനീതി പരാതിക്കാരന് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ലോകായുക്ത റിപ്പോർട്ടിൽ
പറയേണ്ടത് ആ അനീതി മാറ്റാനുള്ള നടപടികളാണ്. നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ ലോകായുക്തയുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു പരാമർശമില്ല. പ്രധാനമായും എൻ്റെ വിനീത അഭിപ്രായത്തിൽ ലോകായുക്തയെ നിയമിച്ചിരിക്കുന്നത് തന്നെ ഇത്തരം പരാതികളിൽ നിവൃത്തി കൊടുക്കാനാണ്. കാരണം ദീർഘമായ മറ്റ് കോടതികളുടെ നടപടിക്രമത്തിന് പകരം വളരെ എളുപ്പം നിവൃത്തി കിട്ടാവുന്ന ഒരു മാർഗമായിട്ടാണ് ലോകായുക്തയെ സമീപിക്കൽ. ഇവിടെ ലോകായുക്ത ആ കടമ നിർവഹിക്കുന്നതിൽ പരിപൂർണമായും പരാജയപ്പെട്ടു. പക്ഷേ സെക്ഷൻ 14 അനുസരിച്ച് വേണമെങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് രാജിവെക്കാം എന്നുള്ള വകുപ്പാണ് എന്നുള്ള അധികാരമാണ് പ്രധാനമായും ലോകായുക്ത ഉപയോഗിച്ചത്. പക്ഷേ എൻ്റെ വിനീത അഭിപ്രായത്തിൽ 12ഉം 14ഉം ഒന്നിച്ച് വായിക്കണം. അങ്ങനെ ഒന്നിച്ച് വായിച്ചാൽ പരാതിക്കാരന് നിവൃത്തി കൊടുക്കാതെ രാജിവെക്കണം എന്ന് പറയാൻ അവകാശമുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ട് വളരെ സുപ്രധാനമായ നിയമപ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നൊരു കേസായിരുന്നു ഇത്. അത് പ്രഥമദൃഷ്ട്യാ ഫയലിൽ പോലും സ്വീകരിക്കാതെ ഹൈക്കോടതി തള്ളി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായി തോന്നും. ഈ കേസിൽ ഫലത്തെക്കുറിച്ച് എനിക്ക് നിരാശയുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട, അതല്ല ഉദ്ദേശിച്ച്. ഹൈക്കോടതിയുടെ നടപടിക്രമത്തിൽ ഇത്രയും സുപ്രധാനമായ നിയമപ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നൊരു കേസ് കേരളത്തിലെ ഏറ്റവും വലിയ കോടതി പരിശോധിച്ച് അന്തിമമായി ആധികാരികമായൊരു വിധി നൽകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിന് പകരം ഫയലിൽ പോലും സ്വീകരിക്കാൻ പറ്റാത്തൊരു കേസാണ് എന്ന് വളരെ പ്രഗത്ഭരായ 2 ജഡ്ജിമാർക്ക് തോന്നിയത് വാസ്തവത്തിൽ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ അസാധാരണമായൊരു കാര്യമാണ്. കാരണം ഭരണഘടനാ വിഷയങ്ങളുണ്ട്, ലോകായുക്ത ആക്ടിലെ വിവിധ വകുപ്പുകളുടെ നിർവചനം ഉൾപ്പെടുന്ന ഇതുണ്ട്. അഴിമതി പ്രവൃത്തി കണ്ടു എന്ന കാര്യം ഒരു വസ്തുതാപരമായ കാര്യമാണ്. അതിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ വളരെ പരിമിതമായ അധികാരമുള്ള ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തീരെ നിയമപ്രശ്നങ്ങളില്ലാത്തൊരു കേസാണ് എന്ന് ഇതിനെ വീക്ഷിക്കാൻ നിയമപരിജ്ഞാനമുള്ള ആളുകൾക്ക് പരിമിതികളുണ്ട്. ആ നിലയ്ക്ക് ഈ പ്രശ്നങ്ങൾ വിശദമായ വാദം കേട്ട് പരിശോധിക്കേണ്ടതാണ് എന്ന് ഹൈക്കോടതി കാണേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിനീതാഭിപ്രായം. അങ്ങനെ ചെയ്യാതിരുന്നത് വാസ്തവത്തിൽ ലോകായുക്ത നിയമത്തെക്കുറിച്ച് ആധികാരികമായ ഒരു വിധി പ്രസ്താവിക്കാനുള്ള ഒരു സന്ദർഭം ഹൈക്കോടതി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി ഒരു പക്ഷേ വസ്തുതാപരമായി അവരുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ട സാഹചര്യങ്ങളുടെ സ്വാധീനിച്ചുകൊണ്ട് നിയമപ്രശ്നം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലായിരിക്കാം നിഗമനത്തിൽ. അതിൽ തെറ്റു പറയാൻ നിർത്തില്ല. പക്ഷേ ഇത്രയും സുപ്രധാനമായൊരു പ്രശ്നം, പ്രത്യേകിച്ചും കേരളത്തിലൊരു മന്ത്രി കൂടി ഉൾപ്പെടുന്ന ഒരു പ്രശ്നം, വ്യക്തികൾ കോടതികൾക്ക് പ്രാധാന്യമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എങ്കിലും ഒരു മന്ത്രി ഉൾപ്പെടുന്ന പ്രശ്നം, അതും ആ പ്രശ്നത്തിൽ ഹർജിക്കാരന് നിവൃത്തി കൊടുക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ. കാരണം ബന്ധപ്പെട്ട നിയമനം കിട്ടിയ ആൾ രാജിവെച്ച് പോയി, അപ്പോൾ ഹർജിക്കാരന് നിവൃത്തി കിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സുപ്രധാനമായ നിയമപ്രശ്നം പരിഗണനാർഹമായ ഒരു വിഷയമായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അഡ്വക്കേറ്റ് ആസഫ് അലി, പ്രാഥമിക പരിശോധനയ്ക്കപ്പുറത്തേക്ക് നിയമപരമായൊരു പരിശോധന, വിശദമായ വാദം കേൾക്കൽ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ ഹൈക്കോടതി? അല്ല, ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് ശ്രീ രാംകുമാർ സാർ പറഞ്ഞത് തികച്ചും തെറ്റാണ്. ലോകായുക്ത നിയമത്തിൽ 2 ഇഷ്യൂസ് ആണ്, ഒന്ന് എലിഗേഷൻസ്, ഒന്ന് ഗ്രീവൻസ്. ബഹുമാനപ്പെട്ട രാംകുമാർ സാറ് പറഞ്ഞത് ഗ്രോസ് ഇൻജസ്റ്റിസ് നടന്ന് പരാതിക്കാരന് സങ്കട നിവൃത്തി കൊടുക്കേണ്ട വിഷയം ഗ്രീവൻസ് സംബന്ധമായിട്ടുള്ള പരാതിയിൽ മാത്രമാണ്. അതായത് എനിക്ക് ഒരു ഗ്രീവൻസ് ഉണ്ടായി, എനിക്കൊരു അൺജസ്റ്റിസ് ഉണ്ടായി എങ്കിൽ എനിക്ക് സങ്കട നിവൃത്തി തരാൻ ലോകായുക്ത ബാധ്യസ്ഥരാണ്. ആ വിവരം ഈ കേസിൽ ആ പ്രശ്നം വരുന്നേയില്ല. ഈ പ്രശ്നം എലിഗേഷൻസ് ആണ്, അഴിമതി. എലിഗേഷൻസ് ഉന്നയിച്ച വിഷയത്തിൽ ഒരിക്കലും തന്നെ പരാതിക്കാരന്റെ സങ്കട നിവൃത്തിയുടെ പ്രശ്നം ഉത്ഭവിക്കുന്നേ ഇല്ല. ഉദാഹരണമായി ലോകായുക്തയെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു വിധി ജസ്റ്റിസ് ഗിരി കേരള അസിസ്റ്റന്റ് നിയമന കേസിൽ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു.
ആ പരാതി കൊടുത്തത് ഒരു ഗ്രീവൻസ് അല്ല, അത് എലിഗേഷൻസ് ആയിരുന്നു. കാരണം നിയമനം കിട്ടാത്ത ഒരാളല്ല പരാതി കൊടുത്തത്. അതിൽ ഈ ഹൈക്കോടതി ഈ ലോകായുക്ത നിയമനം മുഴുവൻ മരവിപ്പിച്ചു. നിയമനം ലഭിച്ച ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കുറെ കാലം ഫ്രീസ് ചെയ്തു. കാരണം ആ നിയമനം മുഴുവനും ഒരു ക്രമവിരുദ്ധമായ രീതിയിൽ സ്വജനപക്ഷപാതമാണെന്നും നീപ്പോട്ടിസമാണെന്നും ഫേവറിറ്റിസമാണെന്നും സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ഭാര്യക്ക്, ഭർത്താവിന്, മക്കൾക്ക്, മരുമകൾക്ക് എല്ലാം കൊടുത്തതാണെന്ന് പറഞ്ഞു. സുപ്രധാനമായ കേസാണ്. ആ വിഷയം എലിഗേഷൻസ് ആണെങ്കിൽ ലോകായുക്ത ആക്ട് നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എലിഗേഷൻസ് ആൻഡ് ഗ്രീവൻസസ്. ഗ്രീവൻസ് പറയുന്നത് മെൽ അഡ്മിനിസ്ട്രേഷൻ, ലാച്ചസ്, നെഗ്ലിജൻസ്, ഡിലേ. ഇതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിക്ക് ഒരു ഗ്രോസ് ഇൻജസ്റ്റിസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി സങ്കടം നിവൃത്തി കൊടുത്തേ മതിയാവും. ഈ കേസിൽ എന്താണ് പ്രശ്നം? 25/5/2016 ഒരാൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അയാളും 2-3 മാസം കൊണ്ട് തന്നെ 18/8/2016 അയാൾ സ്വന്തം ബന്ധുവിന് വേണ്ടി മന്ത്രിസഭ തീരുമാനിച്ച യോഗ്യത അയാളുടെ ഒരു കുറിപ്പോട് കൂടി മാറ്റുന്നു. അവസാനം തിരിഞ്ഞു മറിഞ്ഞ് തന്റെ ബന്ധുവിന് നിയമനം കൊടുക്കുന്നു. ഇത് വെറും എല്ലാം സാങ്കേതികമായി ഡോക്യുമെന്റ് കൊണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി അഡ്മിഷൻ ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് ശ്രീ രാംകുമാർ സാർ പറഞ്ഞ വാദം ഈ KT ജലീലോ ഗവൺമെന്റോ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ പോലും ഉന്നയിച്ചിട്ടില്ല. കാരണം ഇത് എലിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് ഗ്രീവൻസുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇതിൽ എന്താണ് റിട്ട് പെറ്റീഷനിൽ എന്താണ് സ്കോപ്പ്? റിട്ട് പെറ്റീഷൻ സെർഷറാറിയാണ്. സെർഷറാറി റിട്ട് പുറപ്പെടുവിക്കണമെങ്കിൽ ഒന്ന് ഇതിൽ അപ്പീലില്ല. ലോകായുക്ത ആക്ട് അനുസരിച്ച് തന്നെ സ്റ്റാറ്റ്യൂട്ടറി അപ്പീലില്ല. പിന്നെ ഒരു സെർഷറാറി റിട്ടിൽ കൂടി പരീക്ഷിക്കണമെങ്കിൽ അതിൽ നഗ്നമായ പേറ്റന്റായ നിയമലംഘനം, റൂൾസിന്റെ ക്രമവിരുദ്ധമായ ഒരു നടപടി ഉണ്ടായിരിക്കണം ലോകായുക്ത തീർപ്പ് കൽപ്പിച്ചതിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ കീഴ്ക്കോടതി രേഖകളെല്ലാം വിളിച്ചു വരുത്തി പരിശോധിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ പരിശോധിച്ച കാര്യങ്ങൾ ഒരു അഡ്മിഷന് പോലും സ്കോപ്പ് ഇല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ വിധി, ലോകായുക്ത വിധിയെ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ അഡ്മിഷൻ പോലും നൽകാണ്ട്, അഡ്മിഷന് മുമ്പ് തന്നെ അഡ്മിറ്റ് പോലും ചെയ്യാണ്ട് തള്ളിയത് പെർഫെക്റ്റ്ലി ലീഗലി കറക്റ്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് എന്റെ. 12ഉം 14ഉം ഒന്നിച്ച് വായിക്കണമായിരുന്നു. ആ ഗ്രീവൻസ് പരിഹരിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ മന്ത്രിയോട് അനീതി മാറ്റാൻ ആവശ്യപ്പെടേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് അഡ്വക്കേറ്റ് രാംകുമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഗ്രീവൻസ് ഇത് ഗ്രീവൻസ് അല്ല. 12(3) നോക്കേണ്ടത്. 12(3)ഉം 14ഉം വായിക്കണം. ഇത് എലിഗേഷൻസ് ആണ്. ഗ്രീവൻസിനെ സംബന്ധിച്ച് ശരിയാണ് ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞ ഗ്രീവൻസിനെ സംബന്ധിച്ചാണെങ്കിൽ ആ ഗ്രീവൻസിനെ സംബന്ധിച്ച് മെൽ അഡ്മിനിസ്ട്രേഷൻ, ഡിലേ, ലാക്സസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പരാതിക്കാരന് സങ്കടം നിവൃത്തി കൊടുക്കണം, ഉറപ്പാണ്. ഇത് ഗ്രീവൻസ് അല്ല, ഇത് എലിഗേഷൻസ് ആണ്. അതാണ് അതിന്റെ ഡിഫറൻസ്. ലോകായുക്ത ആക്ടിൽ തന്നെ 2 തരത്തിലുള്ള സങ്കട നിവൃത്തിയാണ്. ഒന്ന് ജനറലായി ഭരിക്കുന്ന അബ്യൂസിങ് പബ്ലിക് ഓഫീസ് ഫോർ പ്രൈവറ്റ് ഗെയിൻ, അതാണ് കറപ്ഷൻ. ഇത് അബ്യൂസിങ് പബ്ലിക് ഓഫീസ് ഫോർ പ്രൈവറ്റ് ഗെയിൻ ആണ്. പ്രൈവറ്റ് ഗെയിൻ എന്താണ്? സ്വന്തം കുടുംബക്കാരന് ജോലി വാങ്ങിക്കൊടുക്കുക ക്രമവിരുദ്ധമായി, അതിനുവേണ്ടി യോഗ്യത മാറ്റുക. യോഗ്യത മാറ്റാൻ വേണ്ടി എല്ലാവിധ നിയമവിരുദ്ധമായ മാർഗം മന്ത്രിസഭ നിശ്ചയിച്ച ക്യാബിനറ്റ് തീരുമാനിച്ച യോഗ്യത ഒരു മന്ത്രിക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഫിനാൻസിന്റെയും ലോന്റെയും ഒബ്ജക്ഷൻസ് മന്ത്രി ഓവർ റൂൾ ചെയ്തു. അതിന് മുഖ്യമന്ത്രി കയ്യൊപ്പ് വെച്ചു കൊടുത്തു. ഇതെല്ലാം ഡോക്യുമെന്റ്. അതുകൊണ്ടാണ് ദയവായി തുടരുക അഡ്വക്കേറ്റ് ആസഫ് അലി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോടതി ഇങ്ങനെ പറയുന്നത് ജാഗരൂകരായ മാധ്യമങ്ങൾ ഉണ്ടായിട്ടും ഔദ്യോഗിക പദവി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്നത് വ്യാപകമാകുന്നു. ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് അഴിമതിയാണ്. ഭരണത്തിൽ നിയന്ത്രണമില്ലാതെ വരുമ്പോഴാണ് അധികാര ദുർവിനിയോഗങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ഒരു കെയർടേക്കർ ഗവൺമെന്റിലൂടെ വലിയ നഷ്ടമില്ലാതെ നല്ലൊരു സന്ദേശമല്ലേ ലോകായുക്തയും ഇപ്പോൾ ഹൈക്കോടതിയും നൽകിയിരിക്കുന്നത്? സ്വജനപക്ഷപാതം അഴിമതിയാണ് എന്ന് ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു. ഇനി മേലിൽ ഇങ്ങനെയുള്ള ഏർപ്പാടുമായി ആരെങ്കിലും വരികയാണെങ്കിൽ ലോകായുക്തയുടെ വിധി എവിടെയുണ്ട്? ഡിവിഷൻ ബെഞ്ചിന്റെ സ്ഥിരീകരണം അവിടെയുണ്ട്. അത് കൈക്കൂലി മാത്രമല്ല, സ്വജനപക്ഷപാതവും അഴിമതിയുടെ ഗണത്തിൽപ്പെടുത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തത നിയമം നേരത്തെ തന്നെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ജലീലിനെതിരെ ആരോപിക്കപ്പെട്ടത് സ്വജനപക്ഷപാതമാണ്, നെപ്പോട്ടിസം, ഫേവറിറ്റിസം തുടങ്ങിയ കാര്യങ്ങളാണ് ആരോപിക്കപ്പെട്ടത്.
ജലീലിനെതിരെ കേസുമായി വന്ന ഹർജിക്കാരന് സ്വന്തത്തിലേക്ക് ഗ്രീവൻസ് ഒന്നുമില്ല, അയാൾക്ക് പരാതി ഒന്നുമില്ല, അയാൾക്കൊന്നും കോടതിയിൽ നിന്ന് കിട്ടേണ്ടതുമില്ല. പക്ഷെ അയാൾ ഒരു 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 കുറ്റകൃത്യം അത് കോടതിയുടെ ലോകായുക്തയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അയാൾ ഉന്നയിച്ച ആക്ഷേപം ശരിയാണ് എന്ന് ലോകായുക്തയ്ക്ക് ബോധ്യം വന്നു. അങ്ങനെയാണ് വിധി ഉണ്ടായത്. ആ വിധിക്കെതിരെ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ജലീലിന്റെ രാജിക്ക് ശേഷവും ആ ചർച്ച തുടരുന്നത് ഹൈക്കോടതി വിധി ഇന്ന് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ്. ഹൈക്കോടതിയിലേക്ക് ജലീൽ പോകുമ്പോൾ ഒരു കാര്യം ഇവിടെ ആയിരിക്കും വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ അപ്പീൽ നൽകാൻ കഴിയുന്ന ഉത്തരവല്ല ലോകായുക്തയുടേത്. അവിടെ അപ്പീലില്ല, സാധാരണഗതിയിലുള്ള ഒരു അപ്പീലില്ല. എല്ലാ കാര്യങ്ങളിലും നമുക്ക് അപ്പീലുണ്ട്, ഇവിടെ അപ്പീലില്ല. പകരമുള്ളത് എന്താണ്? ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഇറഗുലാരിറ്റി, പ്രൊസീജിയർ ഇറഗുലാരിറ്റി. ആ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തി ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പരിശോധന നടത്താം. ആ പരിശോധന മാത്രമാണ് ഹൈക്കോടതി ഇത് നടത്തിയിരിക്കുന്നത്. അതിനിടയ്ക്ക് കുറെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം മെറിറ്റിലേക്ക് കടന്നുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ആ മെറിറ്റിലേക്ക് കടക്കാൻ ഒരു പരിധിയുണ്ട് ഹൈക്കോടതിക്ക്. ഹൈക്കോടതിക്ക് വാസ്തവത്തിൽ ചെയ്യാൻ കഴിയുന്നത് ലോകായുക്ത അധികാര പരിധി വിട്ടുവോ അല്ലെങ്കിൽ ലോകായുക്ത പാലിക്കേണ്ടതായ നടപടിക്രമം പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടോ, സ്വാഭാവിക നീതി ജലീലിന് അല്ലെങ്കിൽ പ്രതിക്ക് നിഷേധിക്കപ്പെട്ടുവോ തുടങ്ങിയ പരിമിതവും എന്നാൽ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഹൈക്കോടതിക്ക് പരിശോധിക്കാൻ കഴിയും. ആ പരിശോധനയിലാണ് ഹൈക്കോടതി ഇന്ന് ഫൈനൽ പോലും സ്വീകരിക്കാതെ അല്പം കടുത്ത പരാമർശങ്ങളോടെ ജലീലിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. അത് നിർഭാഗ്യകരമെന്ന വിശേഷണം നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ കാണുന്നുണ്ടോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ? അത്ര നിർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ അത് പല സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. ഇപ്പൊ ജലീലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് നിർഭാഗ്യകരം തന്നെയാണ്. ആ രീതിയിലല്ല ഞാൻ അതിനെ കാണുന്നത്. അതിന്റെ നിയമത്തിന്റെ മാത്രം അടിസ്ഥാനമാക്കി കാണുമ്പോൾ ഹൈക്കോടതിക്ക് ചെയ്യാൻ കഴിയുന്ന പരിമിതമായ അധികാര പ്രയോഗത്തിൽ ലോകായുക്തയുടെ ഉത്തരവ് പൂർണ്ണമായും ശരിവച്ചിരിക്കുന്നു. അങ്ങനെ ശരിവയ്ക്കുമ്പോൾ അത് ജലീലിന് ഒരു തീരാ നഷ്ടം മാത്രമല്ല തീരാ കളങ്കമായി അവിടെ നിലനിൽക്കും. ഇനി ജലീലിനെ സംബന്ധിച്ച് അത് മാറ്റിയെടുക്കുന്നതിന് മറ്റ് പരിഹാര മാർഗങ്ങൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വരുമ്പോൾ കാരണം ഡിവിഷൻ ബെഞ്ചാണ്, ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വളരെ പ്രയാസമുള്ളതാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ കാവൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു എന്നതുകൊണ്ട് വലിയ നഷ്ടമില്ല എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷേ ജലീലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ പറയുന്നത്. നോക്കൂ, ജലീല് തവനൂരിൽ നിന്ന് ജയിക്കണം, LDFന് ഭരണ തുടർച്ച ഉണ്ടാകണം. സാങ്കേതികമായി ജലീലിന് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പിണറായിക്ക് മന്ത്രിസഭയിൽ ജലീലിനെ ക്ഷണിക്കുന്നതിൽ സാങ്കേതികമായ ഒരു തടസ്സവും ഇല്ലല്ലോ. സാങ്കേതികമായി തടസ്സങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴാണ് ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങൾ വീണ്ടും പൊതു ചർച്ചയ്ക്ക് വിഷയമാകാൻ പോകുന്നത്. അതുകൊണ്ട് ജലീലിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള പോക്ക് രാഷ്ട്രീയമായി അനുകൂലമായ അവസ്ഥ ഉണ്ടായാൽ തന്നെ അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം അവിടെ അല്പം പ്രയാസങ്ങൾ ജലീലിന് നേരിടേണ്ടി വരും. ജലീൽ ഒരു സാധാരണ മന്ത്രിയല്ല എന്ന് ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ താങ്കൾക്കറിയാം. ഇ പി ജയരാജന് കിട്ടാത്ത എന്തൊക്കെയോ ജലീലിന് കിട്ടി എന്നുള്ളത് നമ്മൾ ജലീലിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ അതിനെ പരിശോധിക്കുന്നതിൽ CPM നടത്തിയിട്ടുള്ള കാലതാമസം ഇതെല്ലാം നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നോക്കൂ, ജലീൽ രാജിവെച്ച കഴിഞ്ഞപ്പോൾ പോലും ജലീൽ കുറ്റക്കാരനല്ല, ധാർമ്മികതയുടെ പേരിലാണ് രാജി എന്ന നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജലീൽ കുറ്റക്കാരനാണ് എന്ന ലോകായുക്തയുടെ വിധി ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, ഇനിയിപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ടാവുകയാണെങ്കിൽ ജലീൽ ഒരു പാലമാണ്, ഏതിലൊക്കെയോ ഉള്ള ഒരു പാലം. ആ പാലം പൊളിച്ചു കളയാൻ CPM അങ്ങനെ താല്പര്യം കാണിക്കുമെന്ന് കരുതാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇ പി ജയരാജന് കിട്ടാത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ ജലീലിന് ലഭിച്ചിരുന്നു നേരത്തെ എന്ന് പറയുമ്പോൾ
അത് ജലീലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകും എന്ന് പറയുമ്പോൾ CPM-ന്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ചില മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് തിരിച്ചടിയാകാൻ CPM തന്നെ ചില സാങ്കേതികത്വം വെച്ച് അല്ലെങ്കിൽ ചില സാങ്കേതികത്വം അതിന് തിരിച്ചടിയാകാൻ CPM അനുവദിക്കുമെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് KT ജലീൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയും അല്ലെങ്കിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെയും പ്രത്യേകമായ പരിഗണന CPM-ൽ നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ലഭിച്ച ഒരു വ്യക്തി തന്നെയാണ്. പലതിലേക്കുമുള്ള പാലം അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കുമുള്ള ഉപകരണം എന്നൊക്കെ ജലീലിനെ പലരും കരുതുന്നുണ്ട്. പക്ഷെ എത്ര പ്രധാനപ്പെട്ട പാലമാണെങ്കിലും പാലാരിവട്ടം പാലം പോലെ ചിലപ്പോൾ ആ പാലത്തിന് ഒരു ബലക്ഷയം സംഭവിക്കും. അങ്ങനെ ബലക്ഷയം സംഭവിച്ച അവസ്ഥയിലാണ് ജലീൽ എന്ന പാലം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി അത് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും? എങ്ങനെ ആ ബലക്ഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? അത് ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷെ അവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇന്നത്തെ ഹൈക്കോടതി വിധി കൂടി വന്നപ്പോൾ ഇനിയെപ്പോൾ പെട്ടെന്ന് തിരുത്താനോ തീർക്കാനോ കഴിയാത്ത രീതിയിൽ അതീവ ഗുരുതരമായ ഒരു ആക്ഷേപം ജലീലിന്റെ പേരിൽ നിലനിൽക്കുകയാണ്. അത് വെച്ചുകൊണ്ട് എങ്ങനെ ജലീൽ മുന്നോട്ട് പോകും? എപ്രകാരം ജലീലിന് ഇപ്പോഴുള്ള ഒരു പദവി നേരത്തെ LDF-ൽ അല്ലെങ്കിൽ LDF മന്ത്രിസഭയിൽ CPM എന്ന പാർട്ടിയിൽ ഒക്കെ LDF-ന് ജലീലിന് ലഭിച്ചിരുന്ന പരിഗണന അത് ഇനിയും നൽകാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ട്. നിയമപരമായി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. മറ്റ് രാഷ്ട്രീയമായി മാറ്റം വരുത്താൻ കഴിയുമോ? അത് ജലീലും മറ്റുമൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ എന്തായാലും ഒരു വളരെ നിർണായകമായ ഘട്ടത്തിൽ ഒരു ഏതാനും 2-3 ആഴ്ചകൾക്കപ്പുറം പുതിയ മന്ത്രിസഭ വരേണ്ടതാണ്. ആ മന്ത്രിസഭ LDF-ന്റേതാണ് എങ്കിൽ അവിടെ ജലീലിന് കിട്ടുമായിരുന്ന ഒരു പദവികളുണ്ട്. മന്ത്രിയാകാം, സ്പീക്കറാകാം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഏതാണെങ്കിലും ജലീലിനെ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ LDF-ന് കഴിയാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് വളരെ ഖേദത്തോടെ പറയേണ്ടിയിരിക്കുന്നു. കുറേയധികം ചോദ്യങ്ങളുണ്ട് ഇനി അതിന് അനുബന്ധമായി. ഞാൻ മറ്റുള്ളവരെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിച്ചതിന് ശേഷം താങ്കളിലേക്ക് വരാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ, പ്രോസിക്യൂഷൻ നടപടികളുണ്ടോ? അതായത് ലോകായുക്ത വിധിയിലെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം എന്ന് പറയാത്തതിനാൽ ജലീൽ ഇനി ഇപ്പോൾ ജലീൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയില്ല, ഒരു മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ പിന്നാലെ പ്രോസിക്യൂഷൻ നടപടികൾ വരുമോ? അഡ്വക്കേറ്റ് രാംകുമാർ. പ്രോസിക്യൂഷൻ നടപടി ശുപാർശ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഴിമതി പ്രവൃത്തി ആണെങ്കിൽ വേണമെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി ലോകായുക്തയ്ക്ക് നിർദ്ദേശിക്കാമായിരുന്നു. അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം അഴിമതി ആരോപണം അഭിമുഖീകരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തവനൂരിൽ അദ്ദേഹം ജയിച്ചു വന്നാലും LDF മന്ത്രിസഭ ഉണ്ടാക്കിയാലും മന്ത്രിയാകുന്നതിന് അത് തടസ്സമാകും. കാരണം അഴിമതിക്ക് പ്രോസിക്യൂഷൻ അഭിമുഖീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ മന്ത്രിയാക്കുന്നത് CPM പോലൊരു പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് തീർച്ചയായിട്ടും ക്ഷതം ഏൽപ്പിക്കും. അത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതിനൊക്കെ പുറമെ ഈ രാജിവെക്കണം സെക്ഷൻ 14 പറയണത് അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന പോസ്റ്റിൽ തുടരരുത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പദവി എന്നല്ല, പോസ്റ്റ് എന്നാണ്. സെക്ഷൻ 14 പറയണത് പോസ്റ്റ് എന്നാണ്. അത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ്. മന്ത്രിമാരുടേത് വ്യക്തമായും പോസ്റ്റ് അല്ല. ഒരു മന്ത്രി പോസ്റ്റ് എന്നാരും പറയാറില്ല, മന്ത്രി പദവി എന്നാണ് നമ്മൾ മലയാളത്തിൽ പോലും പറയാറുള്ളത്. അപ്പൊ ആ പദവിയിൽ നിന്ന് രാജിവെക്കണം, ആ പോസ്റ്റ് ഒഴിവാക്കണം എന്ന് പറയാൻ ലോകായുക്തയ്ക്ക് സെക്ഷൻ 14 പ്രകാരം പവറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിയമിച്ച ആള് ആ പോസ്റ്റ് ഒഴിവാക്കണം, സർക്കാർ ഉദ്യോഗസ്ഥനായ നിയമിച്ച ആള് പോസ്റ്റ് ഒഴിവാക്കണം എന്ന് നിഗമനത്തിൽ ലോകായുക്ത എത്തിച്ചേർന്നിട്ടില്ലല്ലോ. മാനേജിംഗ് നിയമിച്ച ആള് നിയമനം തെറ്റാണ്, നിയമനം അഴിമതിയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ
മാനേജിംഗ് ഡയറക്ടർ ആ സ്ഥാനത്ത് നിന്നും പോകണം എന്ന് ലോകായുക്ത പറയേണ്ടതല്ലേ? പ്രാഥമികമായും ലോകായുക്തയുടെ അധികാരം അവിടേക്കല്ലേ? അതെന്തേ പറയാത്തത്? അപ്പൊ മന്ത്രിയെ മാത്രം ലക്ഷ്യമിട്ട് മന്ത്രി താൻ വഹിക്കുന്ന പോസ്റ്റ് ഒഴിവാക്കണം എന്നാണ് സെക്ഷൻ 14 അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് ലോകായുക്ത പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വ്യക്തമായൊരു വിവേചനമില്ലേ? കാരണം മന്ത്രിക്ക് താൻ രാജിവെക്കാനുള്ള സാഹചര്യമില്ല എന്ന് ഹൈക്കോടതിയെ ധരിപ്പിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടു. കാരണം കൂടുതൽ വിശദമായ വാദം കേൾക്കാതെ തന്നെ ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ തള്ളിക്കളഞ്ഞു. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ ചെയ്തത് ഒരു യോഗ്യതകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഒരു നിർദ്ദേശം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ രാജിവെക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ എത്ര കുറ്റം ചെയ്ത ആളാണെങ്കിലും ഒരവസരം കൊടുക്കേണ്ടതായിരുന്നില്ലേ? അല്ലാതെ ലോകായുക്ത രാജിവെക്കണം എന്ന് പറഞ്ഞു, ഞങ്ങൾ അതിൽ നിയമപരമായ തെറ്റ് കാണുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിൻ്റെ പരിണത ഫലം മന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ച ഒരു വ്യക്തിക്ക് തന്നോട് രാജിവെക്കണമെന്ന് പറയാനുള്ള സാഹചര്യം ഇല്ല എന്ന് മറ്റൊരു സ്ഥാപനത്തെ, ലോകായുക്തേക്കാൾ ഉയർന്ന ഒരു സ്ഥാപനത്തെ ധരിപ്പിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തി. ഇത് നീതിയാണോ? കുറ്റം ചെയ്തു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം, അദ്ദേഹം അഴിമതി പ്രവൃത്തി ചെയ്തു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അതിന്റെ ശിക്ഷ ഇത്ര ഗൗരവമാകാൻ പാടില്ല എന്ന് വാദിക്കാനുള്ള അവകാശം ജലീലിനില്ലേ? ആ അവകാശം പോലും ഹൈക്കോടതി അദ്ദേഹത്തിന് നിശ്ചയിച്ചില്ലേ? ഇത് പരിപൂർണമായും നീതിയുക്തമായ ഒരു തീരുമാനമാണ് ഇത് എന്ന് ഹൈക്കോടതിയെ ഒരു ഉന്നത സ്ഥാപനത്തിൽ നിന്ന് വരുമ്പോൾ പറയാൻ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി സാധിക്കൂ. ഇതാണ് എൻ്റെ സംശയം. അപ്പോ ആ പോസ്റ്റ് ഷാൽ ബി വെക്കേറ്റഡ് എന്ന് സെക്ഷൻ 14 പറയുന്നുണ്ട്. ആ പോസ്റ്റ് എന്നുള്ള പദപ്രയോഗം എൻ്റെ അഭിപ്രായത്തിൽ വളരെ സൂചനാർഹമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവസാന വാക്കാണ് ലോകായുക്തയുടെ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ലോകായുക്ത 2 റിട്ടയർഡ് ജഡ്ജിമാരാണ്, പരിചയസമ്പന്നരാണ്. അവരുടെ സത്യസന്ധതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അവരുടെ പരിചയ സമ്പന്നതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ തെറ്റ് പറ്റാത്തവരാരുണ്ട്? അല്ലെങ്കിൽ ഹൈക്കോടതി വിധികൾ പലതും സുപ്രീം കോടതി റദ്ദാക്കാറില്ലേ? ഇവിടെ 5 ജഡ്ജിമാരിരുന്ന് ദിവസങ്ങളോളം വാദിച്ച ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സംബന്ധമായൊരു കേസ് 5 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതി സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ റദ്ദ് ചെയ്തു. ആ നീതിന്യായ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കണത്, നമ്മൾ മറക്കരുത്. പരമാധികാരമായ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല, അവകാശമില്ല. കാരണം അത് അവസാനത്തെ കോടതിയാണ്. അതിന് തെറ്റ് പറ്റാത്തതുകൊണ്ടല്ല ചോദ്യം ചെയ്യാൻ പറ്റാത്തത്, അത് അവസാന കോടതി ആയതുകൊണ്ടാണ്. ആ സംവിധാനം നമ്മൾ ബഹുമാനിച്ചേ മതിയാകൂ, അതിനെപ്പറ്റി തർക്കമില്ല. പക്ഷെ എങ്കിലും ലോകായുക്തയുടെ അവസാന വാക്കാണ് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തും പോകാനില്ല. എന്നിട്ട് പോലും കൂടുതൽ വാദം കേൾക്കാതെ അത് നിരാകരിച്ചത് അല്പം നീതികേടായില്ലേ എന്ന് നീതിബോധമുള്ള എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു. ആ സംശയം മാത്രമാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടുള്ള എല്ലാ അങ്ങേയറ്റത്തെ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, വാസ്തവത്തിൽ ഈ സുപ്രധാനമായ വാദങ്ങൾ ഹൈക്കോടതി കേട്ട് ആധികാരികമായി അന്തിമമായി തീരുമാനിക്കേണ്ടതായിരുന്നു. ഫയൽ ഇപ്പോഴും സ്വീകരിക്കാതെ തള്ളിയത് അതിന് തടസ്സം നിന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഗ്രീവൻസ് എല്ലാം വിധിന്യായത്തിൽ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഓരോ സബ് ഹെഡിങ്ങിലൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ ജലീലിന് നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിക്കൊള്ളട്ടെ, അധികാരപരിധി മറികടന്നിട്ടുണ്ടോ എന്ന ചോദ്യമായിക്കൊള്ളട്ടെ, നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഈ പ്രാഥമികമായ വാദത്തിൽ കൂടെ തന്നെ ഹൈക്കോടതിക്ക്, അതായത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യറിയുടെ മുന്നിൽ, ഹൈക്കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി ഉത്തരം നൽകാൻ ഈ ജഡ്ജ്മെൻറ്റിൽ സാധിച്ചിട്ടുണ്ട്.
എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വേറൊരു ഉദാഹരണം എടുക്കൂ. ഒരു മന്ത്രിക്ക് പകരം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വഹിക്കുന്ന പോസ്റ്റ് ഒഴിയണം എന്നാണ് ലോകായുക്ത പറഞ്ഞെങ്കിലോ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വ്യർത്ഥമായി പോവുകയാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം നഷ്ടപ്പെടും. മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രി രാഷ്ട്രീയ പ്രവർത്തകനാണ്. മന്ത്രി അല്ലെങ്കിൽ MLA ആവാം, നാളെ MP ആവാം, കേന്ദ്രത്തിന് മന്ത്രിയാവാം. ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോ അപ്പൊ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥാനമൊഴിയണം, പോസ്റ്റ് ഷാൽ ബി വെക്കേറ്റഡ് എന്ന് ലോകായുക്ത പറഞ്ഞാൽ അത് വേണ്ട, അതിനുള്ള സാഹചര്യങ്ങളില്ല എന്ന് ബോധിപ്പിക്കാൻ ഒരു വേദി വേണ്ടേ? ആ വേദി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ പ്രത്യേക റിറ്റ് അധികാരം മാത്രമേ ലോകായുക്തക്കെതിരായിട്ടുള്ളൂ. ആ പ്രത്യേക റിറ്റ് അധികാരത്തിന്റെ പരിമിതികൾ വളരെ പ്രകടമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പീലല്ല. ഈ ലോകായുക്ത വിധി ശരിവെച്ചു എന്നുള്ള പദപ്രയോഗം തെറ്റാണ്. അവിടെ ശരിവെക്കുന്ന പ്രശ്നമില്ല. ലോകായുക്ത വിധിയിൽ ഇടപെടാൻ ഞങ്ങൾ കാരണം കാണുന്നില്ല എന്ന് മാത്രമേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം ലോകായുക്ത വിധി ശരിവെച്ചു എന്നല്ല. അങ്ങനെ ചാനലുകളിൽ സ്ക്രോൾ വരുന്നത് നിയമപ്രകാരം പരിപൂർണമായും ശരിയല്ല. കാരണം സുപ്രീം കോർട്ട് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളിയാൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് രാംകുമാർ, താങ്കൾ ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണതെന്ന് ഞാൻ കരുതുകയാണ്. അതായത് ലോകായുക്തയുടെ വിധിയിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് KT ജലീലിന്റെ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാഥമികമായി തന്നെ ഹൈക്കോടതിക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ജലീലിന്റെ അപേക്ഷയിലുള്ള വിഷയങ്ങൾ, റിട്ട് ഹർജിയിലുള്ള വിഷയങ്ങൾ കോടതി പരിഗണിച്ചപ്പോൾ പ്രാഥമികമായി അതെല്ലാം ലോകായുക്ത പാലിച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ പിന്നെ വിശദമായ വാദത്തിന്റെ അർത്ഥം എന്താണ്, പ്രസക്തി എന്താണ്? അല്ലല്ലോ, സുപ്രധാനമായൊരു നിയമപ്രശ്നം ഉണ്ടല്ലോ. ഒന്ന്, ഈ പരാതി ഷെഡ്യൂൾഡ് 2 പ്രകാരം നിയമനത്തിനെ കുറിച്ചുള്ളതാണ്. ഞാൻ മാന്യ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ആ ഷെഡ്യൂൾ ഒന്ന് വായിക്കാം. ഷെഡ്യൂൾ വ്യക്തമായും പറയുന്നത് സെക്കൻഡ് ഷെഡ്യൂളിൽ പറയണത് administrative action taken in respect of appointment, removal, pay, discipline, superannuation or other matters relating to condition service of public servants. ഇവിടെ ആക്ഷൻ ടേക്കൺ റിഗാർഡിംഗ് അപ്പോയിന്റ്മെന്റ് ആണ് പരാതിയുടെ കാതലായ വശം. അപ്പൊ 2ാം പട്ടികയിൽ വരുന്നൊരു വിഷയമാണ് എന്ന് വാദിക്കാൻ ജലീലിന് ഒരു അവസരം കൊടുക്കേണ്ടതായിരുന്നില്ലേ? അത് ലോകായുക്ത മുമ്പിൽ വാദിച്ചോന്ന് എനിക്കറിയില്ല, ഹൈക്കോടതിയിൽ അത് ചൂണ്ടിക്കാണിച്ചോന്ന് എനിക്കറിയില്ല. ചൂണ്ടിക്കാണിച്ചാലും ഇല്ലെങ്കിലും ലോകായുക്ത നിയമത്തിലെ 2ാം പട്ടികയിലെ നിർവചനത്തെക്കുറിച്ച്, അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വരുന്നൊരു സുപ്രധാന വിഷയമാണ് എന്ന കാഴ്ചപ്പാടിൽ ഹൈക്കോടതി അത് പരിശോധിക്കാൻ തയ്യാറാകേണ്ടതല്ലേ? ഒരു ഭരണഘടനാ സ്ഥാപനം ആ ചുമതല നിർവഹിച്ചിട്ടില്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട പൗരൻ എവിടെ പോകും? അഡ്വക്കേറ്റ് ടി ആസഫ് അലി, താങ്കൾക്ക് എന്താണ് അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ പോകാം. അതിനോടൊപ്പം എൻ്റെ ചോദ്യം, ഇപ്പോൾ UDF ആയിക്കൊള്ളട്ടെ LDF ആയിക്കൊള്ളട്ടെ, 2-ാം തീയതി വരുന്ന സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇതിന് തുടർ നടപടികൾ ഉണ്ടാവുമോ? ഇപ്പോൾ UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകാം. മുഖ്യമന്ത്രിയെ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള വാദം നിങ്ങളും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, കൂട്ടുപ്രതിയാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച എന്തായിരിക്കും ആസഫ് അലി? ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്റേതായ ഒരു കാഴ്ചപ്പാട് പറയും. ലോകായുക്ത അപ്പീൽ പ്രൊവിഷൻ ഇല്ല. അങ്ങനെ അപ്പീൽ പ്രൊവിഷൻ ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ഭരണഘടനാ സാധുത ജലീലും ചോദ്യം ചെയ്തിട്ടില്ല, സർക്കാരും ചോദ്യം ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ 22 വർഷമായി നിലനിൽക്കുന്ന ലോകായുക്ത ആക്ടിൽ ഇന്ന് വരെ ഉണ്ടായ നിരവധി കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞൊരു കാര്യം, മന്ത്രിയാണെങ്കിൽ അദ്ദേഹം പോസ്റ്റ് ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയോട് പറയുന്നു യുക്താധികാരി എന്ന നിലയിൽ. പക്ഷേ അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ലോകായുക്ത ആക്ടിന്റെ 14(2) അനുസരിച്ച്, ലോകായുക്ത ആക്ട് അനുസരിച്ച് 14(2) പ്രകാരം ഒരു ഉദ്യോഗസ്ഥനാണ് എങ്കിൽ അദ്ദേഹത്തെ
സ്ഥാനം ഒഴിഞ്ഞതായി കണക്കാക്കണമെന്നാണ് പറയുന്നത്. മന്ത്രിയെക്കാളും അദ്ദേഹത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ നിലപാട് വളരെ പരുങ്ങലിലാണ്. സാധാരണ സർക്കാർ ജീവനക്കാരനാണെങ്കിൽ ഡീംഡ് ടു ഹാവ് ബീൻ സസ്പെൻഡഡ് ഫ്രം സർവീസ്, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കണക്കാക്കണമെന്നാണ്. അത്ര കർശനമായ വ്യവസ്ഥകളുള്ള ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് വരെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലാത്തിടത്തോളം ഇപ്പോൾ ജലീൽ കൊടുത്ത ഈ റിപ്പറ്റീഷനിലും ലോകായുക്ത ആക്ടിന്റെ ഒരു വകുപ്പിന്റെയും ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലോകായുക്ത ആക്ടിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കോടതിക്ക് ഇത് അഡ്മിറ്റ് ചെയ്യാതെ തള്ളാൻ സാധിക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പൊ ഭരണഘടനാ സാധുത ഒരിക്കലും തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് ഭരണഘടനാപരമായി സാധുതകരിക്കപ്പെടുന്നതാണ്, പെട്ടതാണ്. രണ്ടാമത്തെ വിഷയം, കോടതിക്ക് തെറ്റുപറ്റാം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സുപ്രീം കോടതിക്ക് തെറ്റുപറ്റാം. സുപ്രീം കോടതി രൂപീകരിച്ച് ആദ്യത്തെ കേസിൽ തന്നെ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റി. AK ഗോപാലിന്റെ കേസ്. ആ കേസിൽ പറ്റിയ തെറ്റ് 28 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി എന്നെ തിരുത്തി. ഒരു യുറിക്കെ കോൾ എന്ന് പറയുന്ന മാതിരി സുപ്രീം കോടതി വിളിച്ചു പറഞ്ഞു, 28 കൊല്ലം മുമ്പ് നമുക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് നമ്മൾ തിരുത്തുന്നു. കാരണം മനുഷ്യ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഭരണകൂടത്തിന് നിഷേധിക്കാൻ ഒരു വ്യവസ്ഥാപിതമായ നിയമം പോരാ. അങ്ങനെ ഉണ്ടാക്കുന്ന നിയമം യുക്തിപൂർണമായിരിക്കണം, റീസണബിൾ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി തന്നെ മനേകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതിയെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയും തിരുത്തപ്പെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇനി മറ്റൊരു വിഷയം, ജലീലിന് ഒരു നീതി നിഷേധം. എന്ത് നീതി നിഷേധമാണ്? ജലീലിന് SLP ഫയൽ ചെയ്യാം, സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്യാം. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ റിട്ട് പെറ്റീഷനിൽ അപ്പീൽ ഇല്ലാത്തൊരു കേസിൽ റിട്ട് ഓഫ് സെർഷറി ഇഷ്യൂ ചെയ്യണമെങ്കിൽ അഭിഭാഷകന്മാർക്ക് എല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ അധികാരം മാത്രമേ ഹൈക്കോടതിക്ക് ആ ഫയലുകൾ വിളിച്ചു വരുത്തി അതിന് നിയമസാധുത പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ പ്രത്യക്ഷത്തിൽ വെറും രേഖകൾ കൊണ്ട് മാത്രം തെളിയപ്പെടുന്ന ഒരു കറപ്ഷൻ, ഒരു അഴിമതി, ഒരു സ്വജനപക്ഷപാതം, ഒരു ഫേവറിസം, നീപ്പോട്ടിസം എല്ലാം രേഖകൾ കൊണ്ട് മാത്രം തെളിഞ്ഞ ഒരു കേസിൽ ഹൈക്കോടതി ഇതിൽ കൂടുതൽ പരിശോധിക്കാൻ ഒന്നുമില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ വശത്ത് അതിന് നിയമസാധുതയെ സംബന്ധിച്ച് ഇപ്പോൾ ഇനി ജലീൽ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനിരിക്കുന്നേ ഉള്ളൂ. സർക്കാർ തന്നെ ഈ ജലീലിനെ അനുകൂലിച്ചൊരു നിലപാടെടുത്തിട്ട് പോലും ജലീലിന്റെ വാദം വളരെ പരുങ്ങലിലായിപ്പോയി എന്നാണ് ഇന്നത്തെ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പ്രോസിക്യൂഷൻ സെക്ഷൻ 15 അനുസരിച്ച് ഈ ലോകായുക്ത സ്വീകരിച്ചിട്ടില്ലെങ്കിലും ലോകായുക്തയുടെ ഫൈൻഡിങ്ങിൽ നിന്ന് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് തെളിഞ്ഞു. അഴിമതി ഉണ്ട് എന്ന് തെളിഞ്ഞാൽ 1988 അഴിമതി നിരോധന നിയമപ്രകാരം അബ്യൂസിംഗ് അതോറിറ്റി ആൻഡ് മേക്കിംഗ് അൺഡ്യൂ പെക്യൂണിയറി അഡ്വാൻറ്റേജ് ഫോർ ഹിംസെൽഫ് ഓർ എനി അതർ പേഴ്സൺ, ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി തനിക്കോ മറ്റാർക്കെങ്കിലോ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയാൽ അത് അഴിമതിയാണ്. പിന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ 166 എന്നൊരു വകുപ്പുണ്ട്, അത് ഇതിന് ബാധകമാണ്. ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റ് നിയമലംഘനം പ്രത്യക്ഷത്തിൽ നടത്തുകയും ആർക്കെങ്കിലും അതുകൊണ്ട് ക്ഷതമുണ്ടാവുകയും ചെയ്താൽ അതും ഒരു കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന, ജയലളിതയെ ശിക്ഷിച്ചത് 2 കൊല്ലം മാത്രം ശിക്ഷിച്ചേക്കാവുന്ന ഒരു വകുപ്പ് വെച്ചിട്ടാണ് ജയ പബ്ലിക്കേഷൻ ഒരു കോൺട്രാക്റ്റിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയലളിത ജയിലിൽ പോകാൻ കാരണമായത്, ശിക്ഷിക്കപ്പെടും, സുപ്രീം കോടതി വരെ ശരിവെച്ചത്. അതുകൊണ്ട് 166 അനുസരിച്ചിട്ടും അഴിമതി നിരോധന നിയമപ്രകാരവും പിന്നെ മുഖ്യമന്ത്രിയുടെ റോള് വളരെ വ്യക്തമല്ലേ. മുഖ്യമന്ത്രി ഈ യോഗ്യത മാറ്റലിന് നിന്നില്ലായിരുന്നുവെങ്കിൽ, ഒപ്പിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പും അംഗീകാരവും ഇല്ലായിരുന്നുവെങ്കിൽ ജലീലിന് നിയമനം നടത്താൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് സർക്കാർ ജലീലിനെ വെള്ളപൂശുന്നത് നികേഷ് പറഞ്ഞ മാതിരി ജലീലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിയിലേക്ക് ഈ നിയമത്തിന്റെ കുന്തമുന തിരിയരുത് എന്ന പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടും ഭയമുള്ളത് കൊണ്ടാണ് സർക്കാർ ജലീലിനെ ന്യായീകരിക്കുന്നത്. ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ വന്നപ്പോഴും പുറത്തും പൊതുസമൂഹത്തിലുമെല്ലാം മുഖ്യമന്ത്രി ഇതിൽ കെണിയും ഉറപ്പാണ്. 120B ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്നത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ആണ്, ഷെയറിംഗ് ഓഫ് തോട്ട്സ് ആണ്. ജലീലും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ഒരു രഹസ്യ ഇടപാടിന്റെ ഫലമായി മന്ത്രിസഭ ചെയ്യേണ്ട കാര്യങ്ങൾ നിയമവകുപ്പും ധനകാര്യ വകുപ്പും എതിർത്തിട്ട് പോലും എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പരത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പുണ്ടായത് കൊണ്ട് മാത്രമാണ് ജലീലിന് തന്റെ ബന്ധുവിനെ എല്ലാ നിയമ വകുപ്പുകളും ലംഘിച്ചുകൊണ്ട് നിയമനം നടത്താൻ സാധിച്ചത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമായിരിക്കെ
പ്രോസിക്യൂഷൻ ഇനി ഇരിക്കുന്നേ ഉള്ളൂ. ലോകായുക്ത പറഞ്ഞില്ലെങ്കിലും പരാതിക്കാരന് ലോകായുക്തയെ സമീപിക്കാം. സെക്ഷൻ 15 അനുസരിച്ച് ഒരു പരാതി അതിൽ ഒരു ഉപഹർജി നൽകിയാൽ ടേക്ക് ഇനീഷ്യേറ്റീവ് ആക്ഷൻ എന്നാണ്. ടേക്ക് ഇനീഷ്യേറ്റീവ് ആക്ഷന് ലോകായുക്ത ആക്ട് തന്നെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട കോടതിയിലേക്ക് പരാതി അയക്കുക എന്നാണ് ടേക്ക് ഇനീഷ്യേറ്റീവ് ആക്ഷൻ. അത് നിശ്ചയമായും അത് സംഭവിക്കും. പിന്നെ UDF വന്നാൽ LDF വന്നാൽ LDF വന്നാൽ നികേഷ് കഴിഞ്ഞ ഒരു ചർച്ചയിലും നികേഷിന്റെ വലിയ ആശങ്ക അടുത്ത തുടർഭരണം വരികയാണെങ്കിൽ ജലീലിന് മന്ത്രിയാവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. സാങ്കേതികമായി സാധിക്കും. കാരണം അറിയോ, ഇപ്പൊ കൂടത്തായി ജോളിയും പിന്നെ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊന്നിപ്പിച്ച സൂരജും സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും എല്ലാം നാളെ മന്ത്രിയാക്കാൻ പിന്നെ ഒരു ഭൂരിപക്ഷമുള്ള കക്ഷി തീരുമാനിച്ചാൽ നിയമപരമായി തടസ്സമില്ല. നമ്മൾ ജനപ്രാതിനിധ്യ നിയമം 1950 നിർമ്മിക്കുന്ന അവസരത്തിൽ പാർലമെന്റേറിയന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ പൊതുസേവകന്മാർ, നമ്മുടെ മന്ത്രിമാർ ഈ അറ്റം വരെ പോകുമെന്ന്. അതുകൊണ്ട് ഒരു താൽക്കാലിക പാർലമെന്റ് ഉണ്ടാക്കിയ അത്യപൂർവമായ നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം. അതിൽ ഇങ്ങനെ ലോകായുക്ത ഒരു അഴിമതിക്കാരനാണെന്ന് കണ്ടാൽ അയാളെ രണ്ടാമത് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മന്ത്രിയാവാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ക്രിമിനലുകൾക്കെല്ലാം ആവാം, അൺലെസ് ദേ ആർ കൺവിക്റ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 2 years. 2 കൊല്ലത്തിന് മുകളിലോ 2 കൊല്ലമോ ശിക്ഷിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേക നിയമം അനുസരിച്ച് അതിൽ കുറഞ്ഞ ശിക്ഷ നൽകിയാൽ മാത്രമേ മന്ത്രിയാവാതിരിക്കാനുള്ള തടസ്സമുള്ളൂ. അത് സാങ്കേതികത്വമാണ്. അതുകൊണ്ട് കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് സാങ്കേതികപരമായി നിയമപരമായി ജലീലിന് വീണ്ടും ഒരു മന്ത്രിയാവുക അത് അസാധ്യമായിരിക്കാം, അല്ലെ സാധ്യമായിരിക്കാം, അത് വേറെ പ്രശ്നം. നിയമപരമായി തടസ്സമില്ല എന്ന് ചർച്ച ചെയ്യുന്നത് മൗഢ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ദയവായി തുടരുക. PK ഫിറോസ്, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ശ്രീ PK ഫിറോസ്, ഈ ലോകായുക്തയുടെ വിധി ഇപ്പോ ഡിവിഷൻ ബെഞ്ച് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലോ. അതിന്റെ തുടർ നടപടി എന്തായിരിക്കും? ഏത് നിലയിൽ പ്രോസിക്യൂഷൻ നടപടികൾ കൊണ്ടുപോകാനുള്ള ഇടപെടലായിരിക്കും യൂത്ത് ലീഗ് നടത്തുക? അല്ല, ഇനി നമുക്ക് ചെയ്യാനുള്ള സംഗതി ഇപ്പം സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു. ഇനി അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. നേരത്തെ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. പക്ഷെ വിജിലൻസ് സർക്കാരിന്റെ അനുമതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് അന്വേഷണം നടക്കാതെ നമ്മുടെ അപേക്ഷ പരിഗണിക്കാതിരിക്കുന്ന ഒരു സമീപനമാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇനി ലോകായുക്തയുടെ വിധി വന്ന സാഹചര്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ചെയ്യാൻ സാധിക്കുന്നത് മെയ് 2-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് UDF അധികാരത്തിൽ വന്നാൽ UDF അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ലോകായുക്തയിൽ പോയി കൂടുതൽ അപേക്ഷകൾ സമർപ്പിക്കുകയല്ല, ഒരു വിജിലൻസ് കേസ് എടുക്കും. അല്ല, ലോകായുക്തക്ക് ഇനി ചെയ്യാനൊന്നുമില്ല. ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ലോകായുക്ത ഇക്കാര്യത്തിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അവസാനം തുടരാൻ പാടില്ല എന്ന വിധി ലോകായുക്തയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പൊ ഇവിടെ ഒരു അഴിമതി എന്നൊരു കറപ്ഷൻ, സ്വജനപക്ഷപാതം അഴിമതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അഴിമതിയെ സംബന്ധിച്ച് ഇനി അന്വേഷണം നടക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണ്. അതുപ്രകാരം അന്വേഷണം നടത്തേണ്ടത് ലോകായുക്ത അല്ല, വിജിലൻസ് ആണ്. വിജിലൻസ് ആണ് ഇക്കാര്യത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത്. നേരത്തെ വിജിലൻസിൽ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം നമ്മൾ പരാതി കൊടുത്തിരുന്നുവെങ്കിലും വിജിലൻസ് അന്വേഷിക്കാതിരുന്നത് പുതിയ അമെന്റ്മെന്റ് പ്രകാരം സർക്കാരിന്റെ അനുമതി ഇല്ലാതെ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതെ അന്വേഷിക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതി ഉള്ളതുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തിയില്ല. മുഖ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊടുത്തെങ്കിലും മുഖ്യമന്ത്രിയും അനുമതി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പൊ ഇനി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം UDF അധികാരത്തിൽ വന്നാൽ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് അപേക്ഷ കൊടുക്കുക, അതിനെ തുടർന്ന് അന്വേഷണം നടത്തുക എന്നുള്ളത് മാത്രമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ജലീൽ രാജിവെച്ചതിനാൽ ഹൈക്കോടതി വിധി പ്രസക്തമല്ല എന്നാണ് A വിജയരാഘവൻ പറഞ്ഞത്. ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇനി മേൽ നടപടികൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന്. ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ മുഴുവൻ കളങ്കമേൽക്കാൻ അങ്ങനെ ഒരാൾ ഇവിടെ വെച്ച് നിയമപരമായ നടപടികൾ അവസാനിപ്പിക്കുമെന്ന് കരുതാമോ? ഇക്കാര്യത്തിൽ അപ്പീൽ പോകണം എന്ന് തന്നെ ആയിരിക്കില്ലേ ഒരുപക്ഷെ ഇടതുപക്ഷ സഹയാത്രികനായ താങ്കളും ആഗ്രഹിക്കുന്നത്? അത് ഒരു അഭിഭാഷകരുടെ നിലയിൽ നോക്കുമ്പോൾ ജലീൽ ലോകായുക്തയിലും തുടർന്ന് ഹൈക്കോടതിയിലും
അത്ര ഗൗരവത്തോടെ അല്ല ഈ കേസ് നടത്തിയത് എന്ന് ഒരു ചെറിയ കുറ്റപ്പെടുത്തൽ നടത്തേണ്ടി വരും. സാധാരണ സർവീസ് കേസുകൾ നടത്തുന്ന ഗൗരവം മാത്രമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ജലീലിന്റെ ദോഷമാണോന്നില്ല, ജലീലിന് വേണ്ടി കാര്യങ്ങൾ നടത്തിയവരുടെ പോരായ്മ കൂടി ആവാം. എനിക്കറിയില്ല എന്താ സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഭരണഘടനാപരമായി ചില ന്യൂനതകൾ ആ നിയമത്തിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഞാൻ കൂടി വോട്ട് ചെയ്ത് പാസ്സാക്കിയ ഒരു നിയമമാണത്. ഇത്രയും 14 ഗവൺമെന്റിന്റെ കാലത്ത് പണ്ട് അവിടെ ചില പോരായ്മകളൊക്കെ അന്ന് ചർച്ചയിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു നിയമസഭയിൽ. പക്ഷെ അത് എല്ലാത്തിനും പരിഹാരം ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ആ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതായിരുന്നു. അങ്ങനെ ഈ ഒരു അപ്പീൽ വ്യവസ്ഥയില്ലാത്ത ഒരു നിയമം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവിക നീതിയുടെ ലംഘനം അവിടെ ഉണ്ട്. അത് വലിയ പോരായ്മയായി, ഭരണഘടനാപരമായ പോരായ്മയായി ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഫൈനൽ സ്വീകരിക്കാതെ ഈ ഹർജി നിരാകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇവിടെ വെച്ച് ജലീലിനെ ഇനി എല്ലാം അവസാനിപ്പിച്ചു പോകാൻ കഴിയില്ല. ഇവിടെ വെച്ച് ജലീൽ എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറെക്കുറെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് മാറണം എന്നുകൂടി അർത്ഥമുണ്ടാകും. കാരണം ഇതൊരു കളങ്കമായി എല്ലാ കാലത്തും ജലീലിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിലെ സുഹൃത്തുക്കൾ ജലീലിനെ വെറുതെ ഇവിടെ കയറാൻ നിവൃത്തിയില്ല. ഇവിടെ ഇപ്പൊ ഫിറോസ് പറഞ്ഞത് സൂചനകൾ അത് തന്നെയാണല്ലോ. അതുകൊണ്ട് ഹൈക്കോടതി അനുച്ഛേദം 226 പ്രകാരമുള്ള റിട്ട് അധികാരം ഉപയോഗിച്ച് ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പറഞ്ഞപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാവുന്നതിന് സുപ്രീം കോടതിയിലേ ഉള്ളൂ. സ്പെഷ്യൽ ലീവ് പെറ്റീഷന് അനുമതി നമ്മൾ സമർപ്പിച്ച് അതിനുള്ള അപ്പീൽ അനുമതി വാങ്ങി സുപ്രീം കോടതിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുകൂലമായ പരാമർശം നേടിയെടുക്കുകയും ചെയ്യേണ്ടത് ജലീലിനെ സംബന്ധിച്ച് അനിവാര്യതയാണ്. ഇത് ജലീലിനെ സംബന്ധിച്ച് മാത്രമുള്ള അനിവാര്യതയാണോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൂടി ഇക്കാര്യത്തിലൊരു ഒരു കംപ്ലീറ്റ് ക്ലിയറൻസ് അനിവാര്യമല്ലേ? ഇപ്പോൾ ജലീൽ കുറ്റക്കാരനല്ല എന്നും ധാർമ്മികതയുടെ പേരിലാണ് രാജി എന്നും CPM പറഞ്ഞതാണ്. AK ബാലൻ നിയമമന്ത്രി, കേന്ദ്ര കമ്മിറ്റി അംഗം, 2 കപ്പാസിറ്റിയിലുമാണ് ഞാനിത് പറഞ്ഞത് എന്ന് MA ബേബിയുടെ റിയാക്ഷന് ശേഷം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഒരു കീഴ്ക്കോടതിയായിട്ടാണ് ലോകായുക്തയെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന കോടതി പരാമർശം, AK ബാലൻ ആദ്യം പറഞ്ഞത് ഈ ബന്ധു നിയമനം അഴിമതിയല്ല എന്നാണ്. ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശം ഞാൻ നേരത്തെ വായിച്ചതാണല്ലോ. ജാഗരൂകരായ മാധ്യമങ്ങൾ ഉണ്ടായിട്ടും ഔദ്യോഗിക പദവി സ്വാർത്ഥലാഭത്തിന് ദുരുപയോഗിക്കുന്നത് വ്യാപകമാകുന്നു, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നത് അഴിമതിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയ നൈതികത കൂടി CPM-നെ സംബന്ധിച്ചിടത്തോളമല്ലോ ചോദ്യചിഹ്നമായി വരികയല്ലേ? വെറും ജലീലല്ല, ഇത് CPM-നെ തന്നെ ഉൾപ്പെടുത്തുന്ന വിഷയമായി മാറിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് AK ബാലന്റെ പരാമർശത്തോടു കൂടി. ഈ ചർച്ചയുടെ ആരംഭത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ EP ജയരാജന് ലഭിക്കാത്ത പരിരക്ഷയും ന്യായീകരണവുമാണ് ജലീലിന് LDF-ൽ നിന്ന് CPM-ൽ നിന്ന് ലഭിച്ചത്. അഡ്വക്കേറ്റ് T ആസഫ് അലി, അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് പ്രോസിക്യൂഷൻ നടപടി തന്നെ ആയിരിക്കും. അതായത് അഴിമതി കാട്ടിയ, സ്വജനപക്ഷപാതം എന്ന അഴിമതി കാട്ടിയ മന്ത്രി അതിന് ഉത്തരം പറയേണ്ടി വരും, വെറുതെ സ്ഥാനഭ്രഷ്ടനാവുക എന്നതിനപ്പുറത്തേക്ക്. നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഞാനൊരു വാക്ക് പറയാം. ശ്രീ വിജയരാഘവൻ പറഞ്ഞു ജലീൽ രാജിവെച്ചത് കൊണ്ട് ഇനി വിധിക്ക് പ്രസക്തിയില്ല. അങ്ങനെ രാജിവെച്ചെങ്കിൽ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ജിഗേഷിനോട് പറഞ്ഞതാണ്, അത് ഇൻഫ്ലക്ഷ്യസ് ആയി. അങ്ങനെയാണെങ്കിൽ ജലീലിന് തന്നെ ആ ഹർജി നോട്ട് പ്രസ് ചെയ്യാമായിരുന്നു. ഇന്ന് വിജയരാഘവൻ പറയുന്നത് ജലീൽ രാജിവെച്ചത് കൊണ്ട് ഈ വിധി അപ്രസക്തമായി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അങ്ങനെ അപ്രസക്തമാവുമെങ്കിൽ ജലീൽ ആ ഹർജി നോട്ട് പ്രസ് ചെയ്യുമായിരുന്നു. അത് ചെയ്തിട്ടില്ല, അതിരിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇത് രാംകുമാർ സാർ പറഞ്ഞ മാതിരി ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരു മന്ത്രിയെ അഴിമതിക്കാരനായി ചാപ്പ കുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ലല്ലു പ്രസാദ് യാദവിനെ പോലെ, ചൗതാലയെ പോലെ അവർ ജയിലിൽ കിടന്നു. ഇത് ജയിലിൽ കിടന്നാൽ തീരുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് ജലീൽ എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മന്ത്രിയെ അഴിമതിക്കാരനായി ചരിത്രം എന്നും ചാപ്പ കുത്തപ്പെട്ടിരിക്കുകയാണ്. നാളെ അദ്ദേഹം SLP ഫയൽ ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് ചുരുങ്ങിയത് ഇതിൽ ഈ പരാമർശത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുകൂലമായ വിധി സമ്പാദിച്ചിട്ടില്ലെങ്കിൽ
പിന്നെ രണ്ടാമത്തെ വിഷയം, പ്രോസിക്യൂഷൻ നിർബന്ധമാണ്. നേരത്തെ പരാതിക്കാരനായ സി ഫിറോസ് പറഞ്ഞ രീതിയിലായിരിക്കണമെന്നില്ല. ലോകായുക്തയിൽ തന്നെ പ്രോസിക്യൂഷനെ സമീപിക്കാം. ലോകായുക്തയിലെ നടപടി തീർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ലോകായുക്തയിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ ലോകായുക്ത ഇത് ക്ലോസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് സെക്ഷൻ 15 സൈമൾട്ടേനിയസ് ദാറ്റ് ഈ നടപടികൾ എന്ത് തന്നെയായിരുന്നാലും നോട്ട് വിസ്റ്റാൻഡ് ഒരു നോൺ ഒബ്സ്റ്റിനേറ്റ് ക്ലോസ് വെച്ചിട്ടാണ് സെക്ഷൻ 15 തുടങ്ങുന്നത്. ഈ നടപടികളിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഒരു പ്രോസിക്യൂഷന്റെ മെറ്റീരിയൽസ് ലോകായുക്തയുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പരാതി വിജിലൻസ് കോടതിയിൽ കൊടുക്കേണ്ടതില്ല. ഇനീഷ്യേറ്റീവ് ആക്ഷൻ എന്നതിന് ലോകായുക്ത ആക്ടിൽ പ്രത്യേകമായ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകായുക്ത അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് വിജിലൻസ് കോടതിയിലേക്ക് ഒരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ സെക്ഷൻ 17A പ്രസക്തി അവിടെ വരുന്നില്ല, ആവശ്യം വരുന്നില്ല. സാങ്ഷൻ അല്ല, അപ്രൂവലിന്റെ സാങ്ഷൻ അവിടെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. ലോകായുക്തയിൽ ഇപ്പോൾ പരാതിക്കാരൻ ഒരു ഹർജി കൊടുത്താൽ ഈ മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഇതിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതിൽ ഈ ജലീൽ മാത്രമല്ല, ജലീലിനെ സഹായിച്ച ഫെസിലിറ്റേറ്ററായി പ്രവർത്തിച്ച, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം, ആ മുഖ്യമന്ത്രിയുടെ റോളും കൂടി ഹൈലൈറ്റ് ചെയ്തൊരു പരാതി ലോകായുക്തയുടെ മുമ്പിൽ വന്നാൽ ലോകായുക്ത ഈസ് ബൗണ്ട് ടു ടേക്ക് ഇനീഷ്യേറ്റ് ആക്ഷൻ. ആ ഇനീഷ്യേറ്റ് ലീഗൽ ആക്ഷൻ എന്നതിന് ഒരു പ്രത്യേക നിർവചനം കൊടുത്തിട്ടുണ്ട്. വിജിലൻസ് കോടതിയിലേക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കൊണ്ടും തീരില്ല. അവിടെ ഒരു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഓപ്പൺ ചെയ്യും. ആ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോൾ ലോകായുക്തയുടെ ഈ ഫൈൻഡിങ്സ് എല്ലാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് കുറ്റപത്രം കൊടുക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടാവും, മറ്റൊരു പ്രതിസ്ഥാപതിയായി ജലീലും ഉണ്ടാവും എന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് രാംകുമാർ, ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്നുള്ളൊരു സാധാരണക്കാരന്റെ ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ടതല്ലേ? ലോകായുക്തയുടെ വിധി വന്നു, അതിലിടപെടാൻ ഞങ്ങൾക്ക് കാര്യമില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തു. പക്ഷേ ഇന്ന് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അണുമണിത്തൂക്കം അദ്ദേഹത്തിന് ഖേദമില്ല എന്ന, നിരുപദ്രവകരമായ പ്രശ്നം ആനക്കാര്യമാക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഖേദമില്ല എന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഡോക്ടർ KT ജലീൽ. അവിടെ അദ്ദേഹം പറയുന്ന കാര്യം, ഈ തന്നിഷ്ടക്കാർക്ക് മാനദണ്ഡം കാറ്റിൽ പറത്തി വായ്പ കൊടുത്ത് സമുദായ വഞ്ചകർ മുടിപ്പിച്ച അർദ്ധ സർക്കാർ സ്ഥാപനത്തെ നല്ല ശമ്പളത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിൽ ജോലി ചെയ്യുന്നയാൾ ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നത് നേരാക്കിയെടുക്കാൻ ചെയ്ത ഒരു കാര്യത്തെ തലവെട്ട് കുറ്റമായി കാണുന്നത് ഒക്കെയാണ് ഡോക്ടർ KT ജലീൽ ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഈ രാജ്യത്താകെ തന്നെയും വലിയ കൊള്ള നടത്തുന്ന കാലത്ത് ഇതാണ് വലിയ അഴിമതി എന്ന് പറയുന്നത് എത്ര കണ്ട് നീതീകരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോടതി വിധി വന്നിരിക്കുന്നു, ഹൈക്കോടതി അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ ലോകായുക്ത പോലുള്ള സൃഷ്ടികൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ജലീലിൻ്റെ ഭാഷയിൽ പറഞ്ഞാലുള്ള നിസ്സാര വിഷയങ്ങൾ പരിഗണിക്കാനുള്ളതാണോ? അദ്ദേഹം ആ വിഷയത്തിൽ ഒരു തനി രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് പ്രതികരിച്ചത്. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം അഴിമതി വലുതായാലും ചെറുതായാലും അഴിമതി തന്നെയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം തൻ്റെ ബന്ധുവിന് വേണ്ടി ശുപാർശ നടത്തി എന്ന് വസ്തുതാപരമായ ഒരു കണ്ടെത്തൽ 2 റിട്ടയർഡ് ജഡ്ജിമാരടങ്ങുന്ന ലോകായുക്ത നടന്നിരിക്കുന്നു. അതിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ വളരെ പരിമിതമായ അധികാരമേ ഉള്ളൂ. അല്ലെങ്കിൽ അത്രത്തോളം യാതൊരു തെളിവില്ലാതെ ആയിരിക്കണം. ഇവിടെ ബന്ധു നിയമനം നടത്തി എന്നുള്ളത് തർക്കവിഷയമല്ല. ബന്ധു നിയമനം നടത്തുന്നത് ഒരു അഴിമതിയല്ല എന്നാണ് രാഷ്ട്രീയപരമായ മറുപടി. വളരെ വിചിത്രമായ മറുപടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബന്ധു നിയമനം നടക്കാത്ത ഏത് സ്ഥാപനം ഈ രാജ്യത്തുള്ളത്? ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ബന്ധു നിയമനമല്ലേ കൂടുതൽ നടക്കുന്നത്? ഹൈക്കോടതിയിൽ ബന്ധു നിയമനമല്ലേ നടക്കുന്നത്? അതിനെക്കുറിച്ച് പറയുന്നതിന് നികേഷിന് അറിയാം, എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജസ്റ്റിസ് ദിനകരൻ സുപ്രീം കോടതിയിലേക്ക് കാലെടുത്ത് വെച്ച അവസരത്തിൽ വളരെ ഭീമമായ അഴിമതി ഉണ്ടായിട്ട് അദ്ദേഹം രാജിവെച്ചോ? ഇല്ലല്ലോ. പകരം സിക്കിമിലേക്ക് സ്ഥലം മാറ്റി അവിടെ ചീഫ് ജസ്റ്റിസായി സിക്കിം ചീഫ് ജസ്റ്റിസുമാർക്ക് കിട്ടുന്ന
പ്രത്യേക ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഇപ്പൊ സുഖമായി ജീവിക്കുകയാണ്. ജസ്റ്റിസ് രാമസ്വാമി പഞ്ചാബ് ഹൈക്കോടതിയിലെ വെള്ളിവടി അദ്ദേഹം രാജിവെച്ചോ? ഇല്ലല്ലോ. ഇംപീച്ച്മെന്റ് നടപടി വരുന്ന പലപ്പോഴും രാജിവെച്ചില്ല എന്ന് മാത്രമല്ല, കുറ്റാരോപണം നടത്തിയ ആളുകൾക്കെതിരായി കോടതിയലക്ഷ്യ നടപടി എടുത്തു. അപ്പോ അഴിമതി എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിർഭാഗ്യവശാൽ വളരെ പരിചയമുള്ളൊരു വിഷയമാണ്. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ആ വ്യക്തികളെ അനുസരിച്ചിരിക്കും, സ്ഥാപനങ്ങളെ അനുസരിച്ചിരിക്കും. പക്ഷെ ബന്ധു നിയമനം ശരിയാണ് എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിച്ചത് നമ്മുടെ നിയമമന്ത്രി മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ തീർച്ചയായിട്ടും പ്രകീർത്തിച്ചേ മതിയാവും. അതല്ലല്ലോ പ്രശ്നം. അഥവാ അങ്ങനെ ബന്ധു നിയമനമാണെങ്കിൽ നിയമനം നടത്തിയ ആളെ എന്തുകൊണ്ട് ഒഴിവാക്കി? പൊതുജനത്തിന് സ്വാഭാവികമായിട്ടും ചോദിച്ചൂടെ? ശുപാർശ ചെയ്ത ആളെ ശിക്ഷിച്ചു, അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞു, അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തി, അദ്ദേഹം ഹരിതാത്മഹത്യ ചെയ്തു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യങ്ങൾ ശുപാർശ ചെയ്യണു. നിയമനം നടത്തിയ മാനേജിംഗ് ഡയറക്ടറോ അദ്ദേഹം തുടരുന്നില്ലേ? ഇതിന് ജനങ്ങളോട് മറുപടി പറയാൻ ആർക്കെങ്കിലും ഉത്തരവാദിത്തമില്ലേ? ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കണു, നിയമനത്തിന് ശുപാർശ ചെയ്ത മന്ത്രി പുറത്ത്, നിയമനം നടത്തിയ MD സുഖമായി സ്വസ്ഥാനത്തിരിക്കുന്നു, അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ ലോകായുക്ത പറഞ്ഞിട്ടില്ല. ഇതല്ലേ ഞാൻ പറഞ്ഞ വൈകല്യം? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലോകായുക്തയുടെ കൽപ്പനയിൽ അല്പം നിയമപരമായ വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലും ഉയർന്ന സ്ഥാപനമായ ഹൈക്കോടതിയെ കൊണ്ട് ഇടപെടിക്കാൻ കഴിയാത്തത് ദുഃഖകരമായൊരു സ്ഥിതിവിശേഷമായി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് ടി ആസഫ് അലി, ഈ ആരോപണങ്ങൾ തെളിയുകയാണ് എങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതിന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കമോണ്ട്ര മഹേഷ് എന്ന തലക്കെട്ടോടുകൂടി ഈ മന്ത്രി ഒരു മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പോലും ഒന്നും സംസാരിക്കാനില്ല. ഇനിയിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമമല്ലേ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ടെലിവിഷൻ്റെ മുന്നിൽ വരാറുണ്ട്, മാധ്യമങ്ങളുടെ മുന്നിൽ വരാറുണ്ട്. ഇതൊന്നും വരുന്നില്ല എന്നുള്ളതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി താങ്കൾ വ്യാഖ്യാനിക്കുക, വിശകലനം ചെയ്യുക? ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, അദ്ദേഹം ഇപ്പോഴും ഈ ചർച്ചയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് താങ്കളോട് ചോദിക്കുന്നു. ഈ ജലീൽ ഇതൊന്നും സംഭവിച്ച മാതിരി പെരുമാറുന്നേയില്ല. അത് വളരെ ദുഃഖകരമാണ്. മാർക്സിസ്റ്റ് പാർട്ടി സത്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതാണ്. അതാണ് അതിന്റെ മാർഗം. ഇതിപ്പോ ഒരു പോക്കറ്റ് അടിക്കാരനെ പിടിച്ച് ചോദിക്കുമ്പോൾ ബാങ്ക് കൊള്ള നടത്തിയ നീരവ് മോഡിയെ കടം വാങ്ങിക്കൊടുക്കാതെ പറ്റിച്ചു പോയ നീരവ് മോഡിയെ ശിക്ഷിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ് ജലീല് ഈ കാര്യങ്ങളെല്ലാം വളരെ ട്രിവിയലൈസ് ചെയ്തിട്ട് സംസാരിക്കുന്നു. അതിനെ കുറിച്ച് എന്ത് പറയാനാണ്? ബഹുമാനപ്പെട്ട രാംകുമാർ സാറ് പറഞ്ഞതുപോലെ നമ്മളെ നിയമമന്ത്രി വരെ എത്ര പരിധി കടന്നിട്ടാണ് ഈ വലിയ സംഭവത്തെ ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ജലീലിനെ ഇൻസുലേറ്റ് ചെയ്യുവാനും പാടുപെട്ടത്. അത് ശരിയാണോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പവിത്രത നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വിധിയും ആ വിധിയെ ചോദ്യം ചെയ്യാൻ, നിയമപരമായി ചോദ്യം ചെയ്യാം. ഞാനതാ നേരത്തെ പറഞ്ഞത്, ഈ നിയമത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ പോലും ജലീൽ ചോദ്യം ചെയ്തിട്ടില്ല. ആദ്യം പറഞ്ഞത് ഹൈക്കോടതി തള്ളി, ഞാനിവിടെ ആവർത്തിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ആ ഹൈക്കോടതിയാണ് ഇപ്പോൾ വിശകലനം ചെയ്ത് ഒരു വിശദമായ വിധി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതി, അത് മാത്രമാണ് ജലീലിൽ കൂടി പുറത്തു വരുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാം. ഇത് ചരിത്രം എന്നും ഒരു അഴിമതി കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചതിനേക്കാളും വലിയൊരു സ്റ്റിഗ്മയാണ് ജലീലിന്റെ മുഖത്ത് എന്നും പറയുന്നത്. ഇന്ന് യൂത്ത് ലീഗിന്റെ നേതാവ് പറഞ്ഞ രീതിയിൽ അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം, ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി പോകണം, പോയിട്ട് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നില്ലെങ്കിൽ പറയണം ഞാൻ ഇതെല്ലാം ശരിവെച്ചു, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു. അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാക്കിന്റെ ക്രെഡിബിലിറ്റിയാണ് ജലീലിനെ പോലുള്ള ഒരു നിലവാരമില്ലാത്ത കളങ്കിതമായ
ഒരു വ്യക്തിയിൽ നിന്ന്, രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരുമ്പോൾ പൊതുജനം കാണുന്നത് രാഷ്ട്രീയക്കാരന്റെ വില ഇത്രയേ ഉള്ളൂ. പറയുന്ന വാക്കിന് യാതൊരു വില. അസംബ്ലിയിൽ പ്രസംഗിച്ചത് നമ്മളെല്ലാം കേട്ടതല്ലേ? എത്ര ധിക്കാരപരമായിട്ടാണ് അസംബ്ലിയിൽ സംസാരിച്ചത്. വളരെ മോശമായിട്ടല്ലേ അസംബ്ലിയിൽ സംസാരിച്ചത്. ഒരു മന്ത്രി അത് ഫ്ലോർ ഓഫ് ദി ഹൗസ് അതിനെ പൊല്യൂട്ട് ചെയ്യുകയല്ലേ ചെയ്തത്. ഈ സംഭവത്തെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിച്ച് ഗവർണറുടെ ഉത്തരവ് എന്താണ്, ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താണ്, അതൊക്കെ വളച്ചൊടിച്ചിട്ട് പറയുമ്പോൾ തന്റെ മുന്നിൽ തന്നെ കാത്തിരിക്കുന്ന ലോകായുക്ത എന്ന് പറയുന്ന ഒരു സർപ്പവിധി ഒരിക്കലും പ്രതീക്ഷയുള്ള നിയമവ്യവസ്ഥയോടുള്ള ഒരു അറിവില്ലായ്മയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അനാദരവോ എന്ന് മാത്രമാണ് എനിക്ക് ജലീൽ ഈ വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഫേസ്. അന്ന് തന്നെ രാജിവെക്കുന്ന അവസരത്തിൽ എന്തെല്ലാം മോശമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം അതിൽ എഴുതി കുറിച്ചിരിക്കുന്നത്. ഒരു മന്ത്രിയല്ലേ, മന്ത്രി എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കല്പമാണ് ജനത്തിന്. ആ സങ്കല്പത്തെ മുഴുവനും ഇടിച്ച് തകർത്ത രീതിയിൽ. ശരി, ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് രാംകുമാർ, അവസാനമായി 3 ദിവസം മന്ത്രി രാജി വൈകിപ്പിച്ചു എന്നുള്ളത് തന്നെ ഒരു തീരാകളങ്കമായി ഒരുപക്ഷെ LDF-ന്റെ മേലുണ്ടാകും എന്നുള്ളത് ഒന്ന്. 2, ഈ ഹർജി എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാം കയ്യിൽ ഈ ലോകായുക്തയുടെ പൂർണ്ണരൂപം കിട്ടി 12 മണിക്കൂറിനുള്ളിൽ മന്ത്രി കേരള ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ ധൃതി ഒരുപക്ഷെ അക്കാര്യത്തിലൊരു സ്റ്റേ കിട്ടും എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിൽ തുടരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അതിനിടയിലാണ് ചില മണിക്കൂറിൽ, അതായത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള മണിക്കൂറിലാണ് KT ജലീൽ രാജിവെക്കുന്നതാകും ഉചിതമെന്ന ഒരു പൊളിറ്റിക്കൽ തീരുമാനം വന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KT ജലീൽ 12 മണിക്ക് മുഖ്യമന്ത്രിക്ക് രാജി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തയച്ചതെന്ന് തോന്നുന്നു. ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിലുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെ വലിയൊരു പോരാട്ടമായി മാറ്റിയിരുന്നു എങ്കിൽ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിശദമായി പരിശോധിക്കാതെ വിടാനാകുമായിരുന്നില്ല. വിശദമായി പരിശോധിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേ നൽകാൻ കഴിയുമായിരുന്നു കോടതിക്ക്. ആ നിലയിൽ ഇത് ഡ്രാഫ്റ്റ് ചെയ്തതിലൊരു വീഴ്ച പരിണതപ്രജ്ഞനായ ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ താങ്കൾ കാണുന്നുണ്ടോ? ഇത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണുന്നതും നിയമപ്രശ്നമായി കാണുന്നതിന് രണ്ടാണ്. ഹൈക്കോടതിയെ ഒരു മന്ത്രി സമീപിച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായാൽ സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരും എന്നുള്ളത് ഇതിനു മുമ്പുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ശ്രീ MP ഗംഗാധരൻ അദ്ദേഹത്തിന് രാജിവെച്ചു. ശ്രീ KP വിശ്വനാഥിനെതിരായിട്ട് പരാമർശമുണ്ടായി, അദ്ദേഹം രാജിവെച്ചു. അത് അങ്ങനെ ചെയ്യേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും രണ്ടാണ്. ഇവിടെ അദ്ദേഹം രാജിവെച്ചത് ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ്. കാരണം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പാർട്ടിയുടെ മന്ത്രിയല്ല, ഒരു മുന്നണിയിലെ മന്ത്രിയാണ്. ആ മുന്നണിയുടെ തീരുമാനം അച്ചടക്കമുള്ളൊരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പാലിക്കേണ്ടി വരും. അത് ഹൈക്കോടതിയിലെ സ്റ്റേ കിട്ടാത്തതുമായി ബന്ധപ്പെടുന്നത് ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ്. കാരണം ഹൈക്കോടതി എന്ത് വിധിയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഊഹാപോഹത്തിന്റെ നിലയ്ക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹം രാജിവെച്ചത് വളരെ യുക്തമായൊരു തീരുമാനമാണ്. ധാർമ്മികത പേരിലായാലും നിക്കക്കള്ളിയില്ലാതെയാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്ത മാതൃകാപരമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലരും പറയണത് മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കാം. അത് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നിയമപോരാട്ടത്തിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ക്ഷമിക്കണം, ഒരു പക്ഷേ അദ്ദേഹത്തിന് വിജയം കൈവരുമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് നിർഭാഗ്യകരമായി പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ഗതി ഈ നിലയ്ക്കായതുള്ള നിരാശ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് രാംകുമാർ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് T. ആസഫ് അലി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, PK ഫിറോസ്, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, എഡ്രേസ് അവറിൽ സഹകരിച്ചതിന് നമസ്കാരം.